ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പുമാവാണ്. അത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ 1/2 കിലോ ഉപ്പുമാവാണ് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യമായ 1.5 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പും 2 ക്യാരറ്റ്, 3 പച്ചമുളക്, ഒരു ഇഞ്ചിയുടെ കഷ്ണം, കുറച്ച് കറിവേപ്പിലയും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തു വെച്ചിട്ടുള്ള 1.5 സവാള, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കണം. അതുപോലെ തന്നെ ക്യാരറ്റും ഇഞ്ചിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഞാൻ നേരത്തെ എടുത്തു വെച്ചിരുന്ന ഉപ്പുമാവിൻ്റെ പൊടി നന്നായി വറുത്തെടുക്കുക. തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നന്നായിട്ട് വറുത്തെടുക്കാൻ. അത് നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം എനിക്ക് ഈ പാനിൽ തന്നെ ഉണ്ടാക്കേണ്ടത് കൊണ്ട് അതൊരു പാത്രത്തിലിട്ട് ഒഴിച്ച് കൊടുക്കുന്നു. എന്നിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും കൂടെ ചേർത്ത് കൊടുത്താൽ ഉപ്പുമാവിന് ഒന്നും കൂടെ ടേസ്റ്റി ഉണ്ടാവും. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം 2 ടീസ്പൂൺ കടുക് നമുക്ക് ചേർത്ത് കൊടുക്കാം. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം ലേശം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്നത് ഇളക്കി കൊടുക്കണം. അത് ഇളക്കി ഒരു ചുവന്ന പരുവത്തിലാവുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നേരത്തെ അരിഞ്ഞ് വെച്ചിരുന്ന ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം അതും ഒന്ന് നന്നായി രണ്ടും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അരിഞ്ഞ് വെച്ച പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നേരത്തെ അരിഞ്ഞു വെച്ച ഇഞ്ചിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാരറ്റ് അധികമൊന്നും വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇതുപോലത്തെ 2.5 ബൗൾ വെള്ളമാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ വെള്ളം തിളക്കുന്നത് വരെ പാൻ ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ ഞാൻ തുറന്ന് നോക്കുമ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ശേഷം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നേരത്തെ വറുത്തെടുത്ത ഉപ്പുമാവിൻ്റെ പൊടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കണം. നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഇതാ എൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഉപ്പുമാവ് എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ ബൈ.